ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. വിശാൽ കൃഷ്ണമൂർത്തി തന്നെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണിത്. 2000-ൽ സിബി മലയിൽ സാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന സൂപ്പർ ഹിറ്റ് മൂവി. 2000-ൽ ഡിസംബർ 22 ദേവദൂതൻ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അത് ശരിക്കും അന്നത്തെ കാലത്ത് സ്യൂട്ടായിട്ടുള്ള ഒരു ചിത്രമല്ലായിരുന്നു. 24 വർഷങ്ങൾക്ക് ശേഷം അത് റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുടെ മുന്നിലേക്ക് ദേവദൂതൻ തിയേറ്ററിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതൊരു വലിയ ഹിറ്റായിട്ട് മാറി. ഈ ദേവദൂതൻ എന്ന സിനിമയുടെ ഒരു എഴുത്തിനെ പറ്റി ആദ്യമേ പറയാം. ഇതൊരു എന്താ പറയുന്നത്, ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു തിരക്കഥയാണ്. നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ള ഒരു ഗോസ്റ്റ് സീരീസ് അല്ലെങ്കിൽ പ്രേതകഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തതയുള്ള ഒരു കഥയാണ് ദേവദൂതൻ എന്ന സിനിമയ്ക്കുള്ളത്. ജീവിതത്തിൽ ഇത് എത്രാമത്തെ തവണയാണ് ഈ സിനിമ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിനിമ കൂടിയാണത്. പക്ഷേ ഈ സിനിമ ഇന്നലെ കണ്ടപ്പോഴും അത് ഞാൻ ഭയങ്കര കൗതുകത്തോടു കൂടി ഇതിൻ്റെ കഥ അറിയാമായിരുന്നിടത്ത് കൂടിയും, അതായത് അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത സീനിൽ അടുത്ത ഷോട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമായിട്ട് കൂടിയും ഞാനിത് കണ്ടിരുന്നു പോയി. അത് ഈ സിനിമയുടെ ഒരു ഫ്രഷ്നെസ്, അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതൊരു ഭയങ്കര എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഭയങ്കര പ്യുവറായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ജെന്യുവിൻ ആയിട്ടുള്ള എഴുത്താണ്. എഴുത്തുകാരൻ്റെ മരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതി കഴിഞ്ഞ ശേഷം, അത് എഴുത്തുകാരൻ എന്നല്ല, ആരെങ്കിലും ഒരാൾ ഒരു കഥ എഴുതി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃതി വേറൊരാൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾ ആ ഒരു കൃതി ഉൾക്കൊള്ളുമ്പോൾ ഈ എഴുത്തുകാരൻ കണ്ടതിനേക്കാളും വേറൊരു ആംഗിൾ, അല്ലെങ്കിൽ എഴുത്തുകാരൻ കണ്ട കാര്യങ്ങളായിരിക്കില്ല ഈ വായിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇത് കൺസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. അതാണ് എഴുത്തുകാരൻ്റെ മരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവദൂതൻ എന്ന സിനിമയിൽ എഴുത്തുകാരൻ്റെ മരണം എപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു. രഘുനാഥ് പലേരി എന്ന എഴുത്തുകാരൻ എത്രയോ മടങ്ങ് വലിപ്പത്തിൽ അല്ലെങ്കിൽ എത്രയോ പൊക്കത്തിലാണ് ഇതിൻ്റെ ഒരു എഴുത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുക്കും മേളിലാണ് സിബി മലയിൽ എന്ന സംവിധായകൻ ഈ ഒരു സിനിമ കൺസീവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സംവിധായകൻ കൺസീവ് ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ ആക്ടേഴ്സ് പെർഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കാസ്റ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചറിയാം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. വിശാൽ കൃഷ്ണമൂർത്തിയായിട്ട് മോഹൻലാൽ, അതേപോലെ ഏഞ്ചലീനയായിട്ട് ജയപ്രദ, പിന്നെ സ്നേഹയായിട്ട് അന്നത്തെ കാലത്ത് തെലുങ്കിലൊക്കെ ഫേമസ് ആയിരുന്നൊരു നടിയുണ്ട്, പിന്നെ ലെന, അതേപോലെ ജനാർദ്ദനൻ, ജഗതി ചേട്ടൻ, അങ്ങനെ മുരളിച്ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് ഒരു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിലുള്ളത്. എന്നാൽ ഒരിക്കലും ഒരു എൻസംബിൾ കാസ്റ്റിൻ്റെ ഒരു യാതൊരുവിധ പകിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏച്ചുകെട്ടോ ഇല്ലാത്ത രീതിയിൽ വെള്ളിത്തിരയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ദേവദൂതൻ എന്ന സിനിമ. മഹേശ്വർ, അവൻ്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. അതൊരു ദേവസാന്നിധ്യമാണെന്ന് മഹേശ്വറിനെ ഏറ്റവും അടുത്തറിഞ്ഞ അലീന പറയുന്നുമുണ്ട്. എന്ത് നേടുമ്പോഴും അതിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു അദൃശ്യ ശക്തി മുന്നിലുണ്ട് എന്ന് വിശാൽ കൃഷ്ണമൂർത്തിയും പറയുന്നുണ്ട്. ആ അദൃശ്യ ശക്തി മഹേശ്വർ തന്നെയാണ്. മഹേശ്വറിലേക്ക് അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാരെ വലിച്ചടുപ്പിക്കുന്ന ഒരു കാന്തം പോലെ മഹേശ്വർ എന്നൊരു കഥാപാത്രം ദേവദൂതൻ എന്നൊരു സിനിമയിൽ എങ്ങനെ നിൽക്കുകയാണ്. ആ കഥാപാത്രത്തിലേക്ക് വന്നു ചേരാനുള്ള ചാലുകൾ മാത്രമാണ് വിശാൽ കൃഷ്ണമൂർത്തിയും ഏഞ്ചലീനയും പിന്നെ ആ ക്യാമ്പസിലെ കുട്ടികളും പ്രിൻസിപ്പൽ അച്ഛനും സ്തേവാച്ചനും അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രണയമാണ് അതിൻ്റെ അകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് എഴുതി വെച്ചിരിക്കുന്നതിനും അപ്പുറത്തേക്ക് കൺസീവ് ചെയ്യുക, അതിനും അപ്പുറത്തേക്ക് അതിനെ പെർഫോം ചെയ്യുക, ടെക്നിക്കലി ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒരു സിനിമയാക്കി കൊണ്ടുവരിക, അത് ഭയങ്കര ഒരു എവർഗ്രീൻ എവർലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഒരു ഓഡിയൻസിന് തരിക എന്ന് പറയുമ്പോഴത്തേനും അതൊരു ചില്ലറക്കാരുമല്ല, അത് നല്ല മിടുക്കുമാണ്. നല്ല കഴിവുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അലീനയുടെയും മഹേശ്വറിൻ്റെയും പ്രണയം, അവരുടെ ഒരു പ്രണയം ഭയങ്കര പ്യുവറായിരുന്നു. മഹേശ്വറിൻ്റെ കൈകളും കണ്ണുകളും ഒക്കെ ആയിട്ട് അലീന മാറുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, ഇവരുടെ മനസ്സുകൾ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച്, അതിന് വഴി കാണിച്ചതാണ് മഹേശ്വറിൻ്റെ ഉള്ളിലെ ആ ഒരു സംഗീതം, അല്ലെങ്കിൽ ആ ഒരു ദേവസാന്നിധ്യം തിരിച്ചറിയാൻ അലീനയ്ക്ക് സാധിച്ചത് ഈ സംഗീതത്തിലൂടെയാണ്. ഈ സംഗീതത്തിലൂടെയാണ് അലീനയും മഹേശ്വറും
കണക്റ്റഡ് ആയത്. ഇതിന് വഴി കാണിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, 7 ബെൽസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇല്ല, പക്ഷേ നമ്മളെ ഓഡിയൻസിനെയൊക്കെ എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ 7 ബെൽസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ഞാനും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ഗൂഗിൾ ചെയ്ത് നോക്കി. പക്ഷേ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല. പക്ഷേ അങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒരച്ഛൻ മകൾക്ക്, അതായത് വില്യം ഇഗ്നേഷ്യസ് ഏഞ്ചലീന ഇഗ്നേഷ്യൻസിന്, അതായത് നമ്മുടെ അലീനയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ കഴിവുള്ള ഒരാളെ ആഗ്രയിൽ നിന്നും, അതായത് വടക്ക് നിന്നും വില്യം ഇഗ്നേഷ്യൻസ് വരുത്തി. ആ വന്ന ആളാണ് നമ്മുടെ മഹേശ്വർ. ഈ മഹേശ്വറിന് കാഴ്ചയില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ ലോകത്തെ അറിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഈ 7 ബെൽസ് നിഖിൽ മഹേശ്വറിന്, അല്ലെങ്കിൽ മഹേശ്വറിന് മാത്രമേ വായിക്കാൻ അറിയുള്ളൂ. അപ്പോൾ ഈ 7 ബെൽസ് ആണ് അലീനയെയും മഹേശ്വറിനെയും ഒരുമിപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സിനിമ മൊത്തത്തിലൊരു മ്യൂസിക്കലാണ്, ഭയങ്കര ഒരുതരം വശ്യതയുള്ളൊരു സംഗീതം എന്ന് പറയാം. ഇതിൻ്റെ അകത്തെയും എന്തരോ മഹാനുഭാവലു എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. ആ പാട്ടിൻ്റെ ഒക്കെ തുടക്കം നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേനും യാനി എന്ന് പറയുന്ന മ്യൂസീഷ്യൻ്റെ ഒരു കൺസേർട്ടൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അത്രയും ലെവലിൽ എത്തിക്കാൻ ആ മ്യൂസിക്കിന് സാധിച്ചു. ഇതേ മ്യൂസിക് തന്നെയാണ് മഹേശ്വറിനെയും അലീനയും ചേർത്ത് വെച്ചത്. പല രാത്രികളിലും 7 ബെൽസിൻ്റെ മ്യൂസിക് ആ 7 ബെൽസ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചാപ്പലിൻ്റെ ചുറ്റുപാടുമൊക്കെയും ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഈ മ്യൂസിക് ഒരു വിളിയാണ്. നിഖിൽ മഹേശ്വർ എന്നുള്ളത് ആ ഡ്രാമയിൽ അച്ഛൻ കൊടുത്തൊരു പേരാണ്. ശരിക്കുമുള്ള പേര് മഹേശ്വർ എന്നാണ്. അപ്പോൾ മഹേശ്വർ തൻ്റെ പ്രണയിനിയായ അലീനയോട് ഒരു സത്യം പറയുകയാണ്. താൻ ഇനി അലീനയുടെ അടുത്തേക്ക് വരികയില്ല, അല്ലെങ്കിൽ തനിക്ക് പറ്റിയത് എന്താണ് എന്നുള്ളത് മഹേശ്വരൻ അലീനയോട് പറയണം. ആ പറയാൻ വേണ്ടി മഹേശ്വരൻ ആകപ്പാടെ അറിയാവുന്നൊരു മീഡിയം സംഗീതമാണ്. ആ സംഗീതവുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾ വിശാൽ കൃഷ്ണമൂർത്തിയാണ്. അങ്ങനെ മഹേശ്വർ വിശാൽ കൃഷ്ണമൂർത്തിയെ തിരഞ്ഞെടുക്കുന്നു. നിഖിൽ മഹേശ്വറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് പിന്നീട് കഥ മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സിനിമ മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ കമിതാക്കൾ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ അകത്തെ എന്താണ് ഓരോ വ്യക്തികൾക്കും ഒരു എറ്റേണൽ ബ്യൂട്ടി ഉണ്ടാവാറുണ്ട്. കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അത് ഫിസിക്കലി ആണെങ്കിലും അവരുടെ സോളിനാണെങ്കിലും അവരുടെ ക്യാരക്ടറിനാണെങ്കിലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്, ജെനുവിനായിട്ടുള്ള കാത്തിരിപ്പാണെങ്കിൽ. അപ്പോൾ ജെനുവിനായിട്ട് കാത്തിരിക്കുന്ന അലീന എന്ന് പറയുന്ന ആ ഏഞ്ചലീനയുടെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന ജയപ്രദ എന്ന് പറയുന്ന ആക്ട്രസ്. അപ്പോൾ പുള്ളിക്കാരത്തിന് ഇതിൻ്റെ അകത്തേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു എറ്റേണൽ ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശാൽ കൃഷ്ണമൂർത്തി പ്രിൻസിപ്പൽ അച്ഛനോട് പറയുന്നുണ്ട്, ചോക്ലേറ്റ് പോലത്തെ ഒരു പെണ്ണിനെ ഇവിടെ ഇട്ടേച്ച് അയാൾ എങ്ങോട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഡീപ്പ് ഇൻസൈഡ്. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, മേഡത്തിനിപ്പോൾ ലോകത്ത് തൻ്റേതെന്ന് പറയാനായിട്ട് ആരുമില്ല, അവർ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒറ്റപ്പെടലിനുള്ളിൽ ഒരു കൺസ്ട്രക്റ്റഡ് റിയാലിറ്റിക്ക് അകത്ത് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. ആ ഒരു കാത്തിരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ തവണയും. ഏഞ്ചലീന നമ്മുടെ മഹേശ്വറിനെ കുറിച്ച് വിശാൽ കൃഷ്ണമൂർത്തിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തൊക്കെയും അവരുടെ പ്രണയം എപ്പോഴൊക്കെ മഹേശ്വരനെ കുറിച്ച് പറയുന്നു അവരുടെ കണ്ണുകൾ വിടർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ക്യാരക്ടറിനെ അത്രത്തോളം മനസ്സിലാക്കി അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്ലേ ചെയ്തുകൊണ്ടാണ് ആ ക്യാരക്ടറിന് അത്രയും ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ ഒരു ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അഭിനയത്തിൻ്റെ ഒക്കെ ഇപ്പോൾ ലാലേട്ടന് ആ ഒരു വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ജീവിക്കുക ചെയ്യുന്നത്. ഒരിക്കലും എനിക്ക് ലാലേട്ടനായിട്ട് അതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും അത് വിശാൽ കൃഷ്ണമൂർത്തി തന്നെയാണ്. ആ മുടിയാണെങ്കിലും ആ താടിയാണെങ്കിലും, അല്ലെങ്കിൽ കോളേജിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനുള്ള ഒരു അപ്പിയറൻസ് ആണെങ്കിലും, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും, ഈവൻ കണ്ണുകളുടെ ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ കൂടിയും ലാലേട്ടൻ അത് ഭയങ്കര രസമായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. രഘുനാഥ് പലേരി എന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ എഴുത്തിൻ്റെ ഭംഗി തന്നെയാണ് ഇങ്ങനത്തെ ചില കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ കൺസീവ് ചെയ്യുന്നതിൻ്റെ കാര്യം, അതായത് സിബി മലയിൽ സാർ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റ്, അതായത് നമ്മൾ ഇതിന് മുന്നേ റിവ്യൂ ചെയ്ത അല്ലെങ്കിൽ സംസാരിച്ച ഒരു സിനിമയുണ്ട്,
സമ്മർ ഇൻ ബത്ലഹേം. അപ്പോൾ സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ ഏറെക്കുറെ ഒരു ടെക്നിക്കൽ സൈഡ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്കുമുണ്ട്. ഇതിൻ്റെ അകത്തെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന എസ് ബി സതീഷ്, അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന എൽ ഭൂമിനാഥൻ, അങ്ങനെ ഒരു ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്രൂവും ദേവദൂതൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഇന്നലെ ഞാൻ എന്നിട്ട് ഈ സിനിമ മൊത്തം കണ്ട് തീർത്തിട്ട് ഇതിൻ്റെ അകത്തെ റീമാസ്റ്റർ ചെയ്ത് വന്ന ആ ഒരു പാട്ട് ഞാൻ ഇന്നലെ വീണ്ടും കണ്ടു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ്. അതായത് ഓരോ ഷോട്ടും നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീട്ടിലിങ്ങനെ ചില്ലൊക്കെ ഇട്ട് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രഫിയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സന്തോഷ് സി തുണ്ടിയിലാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. പുതുമ തരുന്ന തരത്തിലുള്ള ഒരു തരം വിഷ്വൽസ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ലാംഗ്വേജാണ് ദേവദൂതൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ പാട്ടുകൾ, അതിൻ്റെ അകത്തെ കോസ്റ്റ്യൂമുകൾ, അതിൻ്റെ അകത്തെ ലൈറ്റപ്പ്, അതിൻ്റെ അകത്തെ കളറുകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പഴകും തോറും വീര്യം കൂടുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ സമ്പരൻ ബദലേമിനെ കുറിച്ച് ബിൻഡ പറഞ്ഞതുപോലെ പഴകും തോറും വീര്യം കൂടുന്ന ഒരു, അല്ലെങ്കിൽ പഴകും തോറും ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ആർട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, 7 ബെൽസ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനൊരു സാധനം ഈ ലോകത്തില്ല. പക്ഷെ അങ്ങനൊരു സാധനം ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, ഇവരുടെ എല്ലാവരുടെ ഒരു ഒരു കൂട്ടായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ അകത്തുണ്ടാവും. നമുക്കൊട്ടും ലാഗ് വരാത്ത രീതിയിൽ, അതായത് ഓരോ ഷോട്ട് ടു ഷോട്ട് ഇതിനൊരു ഗ്രിപ്പിംഗ് ഉണ്ട്. ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും ഷോട്ടിൽ നിന്നും അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോഴും നമുക്കൊരു ഗ്രിപ്പിംഗ് തോന്നും. അതായത് അടുത്തതെന്താണ് ഇതിൻ്റെ എഴുത്തിൻ്റെയും കൺസീവ് ചെയ്തേക്കുന്നതിൻ്റെയും സിനിമാറ്റോഗ്രഫിയുടെയും പെർഫോമൻസിൻ്റെയും ആർട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും അതിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങിൻ്റെയും കൂടെ പ്രത്യേകതയാണ്. അപ്പോൾ സി ബി മലയിൽ എന്ന സംവിധായകൻ എൽ ഭൂമിനാഥനുമായിട്ടുള്ള മുന്നത്തെ കൊളാബിൽ പറഞ്ഞ സമ്മറിൻ ബദലഗെയിമിൻ്റെ അകത്തും നമ്മൾ ഒരു സെയിം ടെക്നിക്ക് പറഞ്ഞു. അതായത് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിങ്, അത് എഡിറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണ്. അതായത് ഇത് പറഞ്ഞു പോകുന്നൊരു ഫേസ് ഉണ്ട്, ഒരു പർപ്പസ്ഫുൾ ലാഗോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില ഫ്രെയിമുകളോ പോലും ഇല്ലാത്ത, ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡോ ഒരു മില്ലി സെക്കൻഡോ പോലും ഒരു ഷോട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ എഡിറ്റിങ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. 1 മിനിറ്റ് ഉള്ളൊരു ഷോട്ട് 1 മിനിറ്റ് 1 മില്ലി സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലാഗ് അടിക്കും, നമുക്ക് എന്തോ പ്രശ്നമുള്ളവർ തോന്നും. അപ്പം അതിനെ കറക്റ്റായിട്ട് ആ പെർഫോമൻസിനെ മീറ്റർ കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് അതിനെ പ്ലേസ് ചെയ്യേണ്ടടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ലീനിയറായിട്ടും നോൺ ലീനിയറായിട്ടും ഒക്കെ ഈ കഥ പറഞ്ഞ് പോവുക എന്നുള്ളത് ഒരു എഡിറ്ററുടെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. ആ ബ്രില്യൻസ് ദേവദൂതൻ എന്നൊരു സിനിമയ്ക്ക് തരുന്നൊരു മൈലേജ് ഭയങ്കരം തന്നെയാണ്. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും, അതായത് മൊത്തത്തിൽ ഒരു മ്യൂസിക്കൽ മിസ്റ്ററി ത്രില്ലറാണ് ഈ സിനിമ. അപ്പോൾ ഭയങ്കര മ്യൂസിക്കലായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ കൈകാര്യം, അതായത് മ്യൂസിക്കിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കഥയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അതായത് എപ്പോഴും നമുക്ക് കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ പ്രണയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമുക്കൊരു ഒരു 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 ഡിസ്ട്രസ് സിറ്റുവേഷൻ തരുന്ന, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സിറ്റുവേഷൻ തരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക്കുകളെല്ലാം തന്നെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാസാഗറാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്, കൈതപ്രമാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ പാട്ടുകളാണെങ്കിലും ഓരോ മ്യൂസിക്കൽ പീസുകളാണെങ്കിലും ഒക്കെ ഭയങ്കര രസകരമായിട്ടാണ് ഇതിൻ്റെ അത് പോർട്രേ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഇതിന് തരുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതായത് ഈ സിനിമ ഇത്ര ഒരു രീതിയിൽ ഇതിനെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇതിൻ്റെ മ്യൂസിക് വൺ ഓഫ് ദി മേജർ ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ 2000 പുറത്തിറങ്ങിയ സമയത്ത് എന്തുകൊണ്ടാണ് ഇതൊരു പരാജയ ചിത്രമായി മാറിയത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്തെ ഓഡിയൻസിന് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാവാത്തതായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവരുടെ ഐക്യുവിനൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു കഥയും പശ്ചാത്തലവും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്തത്. അപ്പം അതുകൊണ്ടായിരിക്കാം അന്ന് ഇതൊരു പരാജയ ചിത്രമായി മാറിയത്. എനിക്ക് തോന്നുന്നു 2000 ഡിസംബർ 22, അതായത് ഒരു ഹോളിഡേ വെക്കേഷൻ സമയത്ത് ഇറങ്ങിയ ചിത്രമാണെങ്കിൽ തിയേറ്ററിൽ റിലീസായാലും അന്ന് തിയേറ്ററിൽ മാത്രമേ പടം കളിക്കുന്നുള്ളൂ, OTT പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അന്ന് ഇറങ്ങിയ ഒരു ചിത്രത്തിൽ എന്തുകൊണ്ട് ഈ ഒരു ചിത്രം ഒരു പരാജയ ചിത്രമായി മാറി എന്നുള്ളത്, അന്നത്തെ ഓഡിയൻസ് ഇതിനെ വേണ്ടത്ര രീതിയിൽ ഉൾക്കൊണ്ടില്ല, കൈകാര്യം ചെയ്തില്ല, അവർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഓരോ വർഷം ചെല്ലുമ്പോഴും ആൾക്കാരുടെ ബുദ്ധി കൂടി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ IQ കൂടി വരികയാണ്. കണ്ടൻറ്റുകൾ, ഡ്യൂറേഷൻ കൂടിയ കണ്ടൻറ്റുകൾ സഹിക്കാനുള്ളൊരു ഒരു ടെൻഡൻസി കുറഞ്ഞു വരികയാണ്. നമ്മളൊക്കെ റീൽ കൾച്ചറുകളിലേക്ക് മാറി വരുന്നൊരു കാലഘട്ടത്തിലും ദേവദൂതൻ പോലുള്ള ഒരു പടം 2 മണിക്കൂറും ഏകദേശം ഒരു 20 മിനിറ്റും ഇതിൻ്റെ ഒരു റൺ ടൈം ഉണ്ട്. അത്രയും നേരം നമ്മളെ ഈ സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സാധനം, അതായത് ഒരു എന്താ പറയുന്നത്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഈ സിനിമയ്ക്കുണ്ട്.
ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ വിശാൽ കൃഷ്ണമൂർത്തി മഹേശ്വറായി മാറുന്നതാണ്. നമുക്ക് ആ കോസ്റ്റ്യൂം കൊണ്ടും അയാളുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഒരു വൈഭവം കൊണ്ടും അയാൾ കമ്പോസ് ചെയ്യുന്ന ആ ഒരു മ്യൂസിക്കൽ പീസുകളും നൊട്ടേഷൻസും ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹേശ്വറുമായിട്ട് ഭയങ്കര ക്ലോസ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പം ആ, മഹേശ്വറിൻ്റെ ഒരു ഒരു എന്താ നമ്മൾ പറയുകയാണെങ്കിൽ 480p എന്നൊക്കെ നമ്മൾ ചുമ്മാ തമാശയ്ക്ക് പറയുന്ന പോലെ മഹേശ്വറിൻ്റെ ഒരു പതിപ്പ് തന്നെ ആയിരുന്നു വിശാൽ കൃഷ്ണമൂർത്തി. മഹേഷിൻ്റെ ഒരു ഉള്ള ഒരു കഥാപാത്രമാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ളത് കൊണ്ടാണ് വിശാൽ കൃഷ്ണമൂർത്തിക്ക് മഹേശ്വരനെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിലേക്ക് കൂടുതൽ അടുക്കാനും സാധിച്ചത്. അപ്പം വിശാൽ കൃഷ്ണമൂർത്തി എപ്പോഴൊക്കെയോ മഹേശ്വറായിട്ട് മാറുന്ന ചില കാഴ്ചകളും ഈ ഒരു സിനിമയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് വിശാൽ കൃഷ്ണമൂർത്തി ധരിക്കുന്ന കോസ്റ്റ്യൂം ഇതൊക്കെ മഹേശ്വറിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചില കോസ്റ്റ്യൂമുകൾ, ചില ആംഗ്യങ്ങൾ, പിന്നെ അലീന പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു മഹേശ്വറുണ്ട്. കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ട് മഹേശ്വർ എപ്പോഴും തല ഇങ്ങനെ പൊക്കി നിർത്തും. അപ്പോൾ ആ ഒരു തലയെടുപ്പ് എപ്പോഴും ഉണ്ടാവും. വിശാൽ കൃഷ്ണമൂർത്തിക്കും ഇതേ ബോഡി ലാംഗ്വേജ് അവിടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പോർട്രേ ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിനിമയിലുടനീളം ഇങ്ങനത്തെ ചില കാര്യങ്ങളും ഉണ്ട്. ഒരു ഫസ്റ്റ് വ്യൂവിങ് നമുക്ക് ചിലപ്പോൾ ഇത് കാണാൻ പറ്റിയില്ലെങ്കിലും പക്ഷേ മൊത്തത്തിലേ ഇങ്ങനൊരു സംഭവമുണ്ട്. അതുപോലെ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി കൊണ്ട് ഭയങ്കര ഒരു ബ്രില്യൻസ് കാണിച്ചിരിക്കുന്ന സാധനം, അതായത് വിശാൽ കൃഷ്ണമൂർത്തിക്ക് നിഖിൽ മഹേശ്വർ അല്ലെങ്കിൽ മഹേശ്വറിനെ അറിയില്ല. അപ്പോൾ ഓരോ തവണ ഈ സപ്തസ്വര മണികളുടെ അതായത് 7 ബെൽസിൻ്റെ അടുത്ത് ചെന്ന് വിശാൽ കൃഷ്ണമൂർത്തി ഇരിക്കുമ്പോഴും വിശാൽ കൃഷ്ണമൂർത്തിയുടെ കണ്ണുകൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് അതിൻ്റെ ഒരു ലൈറ്റിംഗ് ഒരു ഓവർ ഹെഡ് ലൈറ്റിംഗ് ആണ്. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. വിശാൽ കൃഷ്ണമൂർത്തിക്ക് അറിയില്ല ആരാണ് മഹേശ്വർ എന്നും എന്താണ് മഹേശ്വറിന് ഈ സപ്തസ്വരമണികളുമായിട്ടുള്ള കണക്ഷൻ എന്നും മഹേശ്വറിന് എന്താണ് പറ്റിയതെന്നും വിശാൽ കൃഷ്ണമൂർത്തിക്ക് അറിയില്ല. ആ ക്യാരക്ടറിന് അറിയില്ല. അദ്ദേഹം ബ്ലൈൻഡാണ്. വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആൾ മഹേശ്വറിനെ അറിഞ്ഞിട്ടില്ല. അതിനുപരിയായിട്ട് മഹേശ്വറിന് കണ്ണ് കാണാൻ പറ്റുന്നില്ലായിരുന്നു എന്നുള്ളതും ഇൻഡയറക്റ്റ്ലി ഈ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ലൈറ്റിങ്ങിൽ കൂടിയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് വിശാൽ കൃഷ്ണമൂർത്തിയുടെ കണ്ണുകൾ എടുത്തു നോക്കിയോ അതിൻ്റെ അകത്ത് ഒരു ലിമിറ്റ് വരെ ഈ വിശാൽ കൃഷ്ണമൂർത്തി 7 ബെൽസിൻ്റെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിന്നീട് കഥ അവസാനിക്കാറാവുമ്പോൾ മഹേശ്വരൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയുമ്പം ആ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് വിശാൽ കൃഷ്ണമൂർത്തിയുടെ കണ്ണുകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മുഖം ഫുള്ളി ലിറ്റാണ് ആ സമയത്ത്. അതായത് അദ്ദേഹം ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ഒരു പോർട്രയൽ ഈ പറഞ്ഞ ലൈറ്റിങ്ങിൽ കൂടിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനത്തെ ചെറിയ അതൊരു വലിയ വലിയ പ്രത്യേകതകൾ തന്നെ. കാരണം പണി അറിയാവുന്ന ആൾക്കാർ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ. ദേവദൂതൻ എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ടെക്സ്റ്റ് ബുക്ക് പോലത്തെ സിനിമയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ താളുകൾ മറിച്ച് നോക്കുന്ന പോലെ ഈ സിനിമ നമുക്ക് റിവൈൻഡ് ചെയ്ത് കാണാൻ പറ്റും. കാരണം അത്രയും ഫ്രഷ്നെസ് നമുക്കിത് തരുന്നുണ്ട്. അതുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫിലിം മേക്കേഴ്സിന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും ടെക്നിക്സും ഈ സിനിമ യൂസ് ചെയ്തിട്ടുണ്ട്. ജെ കട്ട് എന്ന് പറയുന്ന കട്ടൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് വിശാൽ കൃഷ്ണമൂർത്തി കോളേജിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ജെ കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കോളേജിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴത്തേനും ഒരു കയ്യടിയാണ് ഇയാൾ കേൾക്കുന്നത്, ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പോൾ ഓഡിയൻസ് കേൾക്കുമ്പോൾ വിശാൽ കൃഷ്ണമൂർത്തി ഇൻഡയറക്റ്റ്ലി ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്നു ഓഡിയൻസുമായിട്ട്. എന്താണ് ഈ സമയത്തൊരു കയ്യടി? പക്ഷേ ആക്ച്വലി ഈ കയ്യടി ഓഡിറ്റോറിയത്തിലിരുന്ന് കുട്ടികൾ അവിടുത്തെ ഒരു പെർഫോമൻസിന് കൊടുത്ത കയ്യടിയായിരുന്നു. കോയിൻസിഡൻസ് ആയിട്ട് വിശാൽ കൃഷ്ണമൂർത്തി ആ സമയത്ത് കോളേജിലേക്ക് വരുന്നു. അപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തിക്ക് കിട്ടിയ ഒരു വരവേൽപ്പ്, ഒരു കയ്യടി പോലെയാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ജെ കട്ട് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു സിനിമയാണ്. ഫിലിം മേക്കേഴ്സിന് എപ്പോഴും പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദേവദൂതൻ കണ്ടിട്ടില്ലാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ബൈ.